ഉത്തരാഖണ്ഡിലെ ഹിന്ദുക്കൾക്ക് ലാൻഡ് ജിഹാദ് രഹിത സംസ്ഥാനം വേണം. ഉത്തർപ്രദേശിലെ ലാൻഡ് ജിഹാദികളെ യോഗി ആദിത്യനാഥ് പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ ഉത്തരാഖണ്ഡിൽ ദാമി കുറച്ച് ബുൾഡോസറുകൾ വാങ്ങേണ്ടതുണ്ട്. തെലങ്കാന BJP MLA ടി രാജാ സിംഗിന്റെ വാക്കുകളാണിത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പാതയാണ് സംസ്ഥാനത്ത് ലാൻഡ് ജിഹാദിൽ ഏർപ്പെടുന്നവരോട് നടപ്പാക്കേണ്ടതെന്നും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. തെലങ്കാന BJP MLA ടി രാജാ സിംഗ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആദിത്യനാഥുമായി ചായ് പേ ചർച്ച നടത്താനോ ചായ കുടിക്കാനോ ധാമിയെ പ്രേരിപ്പിക്കാനാണ് താൻ ഹൈദരാബാദിൽ നിന്ന് വന്നതെന്ന് ഗോഷ മഹലിൽ നിന്നുള്ള രാജ പറഞ്ഞു. ഇതിന് ധാമിക്ക് സംസ്ഥാനത്തെ 1 കോടി ഹിന്ദുക്കളുടെ പിന്തുണയുണ്ടെന്നും അവരുടെ വികാരങ്ങളെ മാനിക്കണമെന്നും രാജ പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ഹിന്ദുക്കൾക്ക് ലാൻഡ് ജിഹാദ് രഹിത സംസ്ഥാനം വേണം. ഉത്തരാഖണ്ഡ് സ്വർഗമാണ്, പക്ഷേ അതിനെ നരകമാക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നത് ലാൻഡ് ജിഹാദികളാണ്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ജാഗ്രത പാലിക്കുകയും അവരെയെല്ലാം ഒരു പാഠം പഠിപ്പിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഇത് ഉത്തരകാശിയുടെ മാത്രമല്ല, മുഴുവൻ സംസ്ഥാനത്തിന്റെയും പ്രശ്നമാണ്. ലാൻഡ് ജിഹാദും ലവ് ജിഹാദും ഒഴിവാക്കാൻ എല്ലാവരും ഒന്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ 25 ലക്ഷത്തോളം വരുന്ന റോഹിംഗ്യൻ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുന്നവർക്ക് 1 കോടി ഹിന്ദുക്കളുടെ അനുഗ്രഹം ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സംസ്ഥാനത്ത് മുസ്ലിം പള്ളികൾ അനധികൃതമായി നിർമ്മിക്കുന്നുണ്ടെന്നും ഈ പോരാട്ടം നിയമപരമായി നേരിടണമെന്നും മഹാപഞ്ചായത്തിൽ പങ്കെടുത്ത ഗംഗോത്രിയിലെ BJP MLA സുരേഷ് ചൗഹാൻ പറഞ്ഞു. ലാൻഡ് ജിഹാദും ലവ് ജിഹാദും തടയാൻ ധാമി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇത് ഭാവിയിലും തുടരുമെന്നും സുരേഷ് ചൗഹാൻ പറഞ്ഞു. കൂടാതെ ഉത്തരകാശിയെ ഉടൻ വിശുദ്ധ നഗരമായി പ്രഖ്യാപിക്കുമെന്നും മാംസം, മത്സ്യം, മദ്യം എന്നിവ വിൽക്കുന്ന കടകൾ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, അനധികൃത കയ്യേറ്റം, പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ തുടങ്ങിയ കേസുകളിൽ അന്വേഷണം വേണമെന്ന ആവശ്യം മഹാപഞ്ചായത്തിൽ ഉയർന്നു. നേരത്തെ ഒക്ടോബറിൽ സംയുക്ത ഹിന്ദു സംഘടന ഉത്തരകാശിയിലെ നിയമവിരുദ്ധമായി നിർമ്മിച്ച പള്ളികൾക്കെതിരെ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അതേസമയം കേരളത്തിൽ വരികയാണെങ്കിൽ ഇവിടെ പ്രധാന വിഷയം വഖഫ് ബോർഡാണ്. മറ്റു മതവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ എന്നിവയിൽ അവകാശവാദം ഉന്നയിച്ച് സ്വന്തമാക്കാൻ വഖഫ് ബോർഡ് ശ്രമിക്കുന്നത് ലവ് ജിഹാദിന് സമാനമായ ലാൻഡ് ജിഹാദ് ആണെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കേരളത്തിൽ മാത്രമല്ല, രാജ്യമെങ്ങും കർഷകരുടെയും ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതിഷേധങ്ങളും വ്യാപകമായി. നീതി നിഷേധിക്കപ്പെടുന്നവർക്കൊപ്പം കേന്ദ്ര സർക്കാർ നിലകൊള്ളും. 1950 ഭരണഘടന തയ്യാറാക്കും വഖഫ് എന്ന പദം പോലും ഉണ്ടായിരുന്നില്ല. 1954 പാകിസ്ഥാനിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളുടെ ഭൂമി സംരക്ഷിക്കാനെന്ന പേരിലാണ് വഖഫ് നിയമം ഉണ്ടാക്കിയത്. 1995 ഭേദഗതിയിലൂടെ വഖഫിന് അവർ വിചാരിക്കുന്ന ഭൂമിയെല്ലാം അവകാശവാദം ഉന്നയിക്കുന്ന നില വന്നു. 1954 10,000 ഏക്കറിൽ താഴെ ഭൂമിയുണ്ടായിരുന്ന വഖഫ് ബോർഡിന് നിലവിൽ 38 ലക്ഷം ഏക്കർ ഭൂമിയുണ്ട്. ഇതെങ്ങനെയാണെന്ന് വ്യക്തമാക്കാൻ വഖഫ് തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.